ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. പനീർ ബുർജിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ പനീർ ബുർജി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഒരു 5 വെളുത്തുള്ളിയും ഒരു 4 നല്ല എരിവുള്ള പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ നന്നായി മൂത്ത് കിട്ടിയാൽ നമുക്കിനി ഇതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ച ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വല്ലാതെ ബ്രൗൺ നിറമാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സവാള ഇതുപോലെ ഒന്ന് ട്രാൻസ്പാരന്റ് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ്. ആദ്യമായി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകത്തിന്റെ പൊടി ഓപ്ഷണലാണ്. എനിക്ക് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമായ കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുവെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 2 മിനിറ്റ് കൂടി നല്ലപോലെ വഴറ്റി കൊടുക്കാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം വഴറ്റിയെടുക്കാനായിട്ട്. പൊടികളൊക്കെ നന്നായി ഇതുപോലെ മൂത്ത് കിട്ടിയാൽ നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് പാൻ അടച്ചു വെച്ച് 2-3 മിനിറ്റ് നേരത്തേക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ തക്കാളി നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മുടെ സ്പെക്റ്റിൽ വെച്ച് തക്കാളി നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഇതുപോലെ നന്നായി ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് പനീർ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാനൊരു ഗ്രേറ്റർ വെച്ചാണ് പനീർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഒരു ഫോർക്ക് വെച്ചായാലും നമുക്ക് പനീർ ഇതുപോലെ നല്ല ഫൈനായി ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പനീർ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം ചേർത്ത് കൊടുത്ത മുട്ട നല്ല പോലെ കുക്കായി കിട്ടുന്നവരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പരുവമായി കിട്ടും. മുട്ടയിലേക്കും പനീറിലേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം നല്ല പോലെ യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് അടുത്തതായി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാതെയും ഇത് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി ക്യാരറ്റും ഒരു പകുതി ഗ്രീൻ കളർ ക്യാപ്സിക്കവും കുറച്ച് ബ്രൊക്കോളിയും കൂടി ഞാൻ ഇതുപോലെ നല്ല ഫൈനായി ചോപ്പ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പനീർ ബുർജി കുറച്ചും കൂടി ഹെൽത്തി ആവും. വെജിറ്റബിൾസും എഗ്ഗൊക്കെ സ്കിപ്പ് ചെയ്തും നിങ്ങൾക്ക് ഈ പനീർ ബുർജി തയ്യാറാക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ 2 മിനിറ്റ് നേരത്തേക്ക് പാൻ ഒന്ന് അടച്ചു വെച്ച് ഈ വെജിറ്റബിൾസിന്റെ ഒക്കെ റോ ടേസ്റ്റ് മാറി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാൻ വീണ്ടും തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു 100 ഗ്രാം ബട്ടറാണ്. ഇതും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യായാലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പനീർ ബുർജി ഒന്നുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം അവസാന പൊടിക്കൈയായി ഞാൻ ഇതിലേക്ക് ഒരു പകുതി ലെമൺ പിഴിഞ്ഞതും കുറച്ച് ഫ്രഷ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ലെമണിന്റെയും കുരുമുളകിന്റെയും ഒക്കെ ഫ്ലേവർ കൂടിയാകുമ്പോൾ നമ്മുടെ പനീർ ബുർജി ഒന്നുകൂടി ടേസ്റ്റി ആകും. ഏറ്റവും അവസാനമായി ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയില കൂടി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പനീർ ബുർജി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഈ പാൻ ഒന്നുകൂടി മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഇതിന്റെ മസാലയുടെയും ഇതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുത്ത മല്ലിയിലയുടെയും ലെമണിന്റെയും എല്ലാ ഫ്ലേവറും ഇതിലേക്ക് നല്ലപോലെ യോജിച്ച് കിട്ടാനായിട്ട് ഇതുപോലെ മൂടി വെക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി നമ്മുടെ പനീർ ബുർജി സെർവ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സാൻഡ്വിച്ചിന്റെ ഒപ്പമോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കിയോ പനീർ ബുർജി കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാനും എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തു എന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.